ഞാൻ ഷൗക്കത്ത് കർക്കിടാങ്കുന്ന്. ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതുന്ന ഒരാളാണ്. കുറച്ച് 1-2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയൊരു പുസ്തകമാണ് ദേശാരവങ്ങൾ. അത് HNC ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതൊരു ചരിത്ര നോവലാണ്. നമ്മളെ മലബാറിൻ്റെ കഥ പറയുന്ന ചരിത്ര നോവലാണ്. പൊതുവെ മലബാറിൻ്റെയും നമ്മുടെ പ്രാദേശികമായിട്ട് പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, അതുപോലെ തന്നെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ ജനങ്ങളുടെ പഴയകാല ജീവിതങ്ങളൊക്കെ പറയുന്നൊരു നോവലാണ്. അപ്പോൾ അതിൽ 1921 കാലഘട്ടം അതിൽ പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാര്യമായിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ ആ നോവൽ അവസാനിക്കുന്നത് 1921 ഈ തടവുകാരെ ആൻഡമാനിലേക്ക് നാട് കടത്തുന്ന ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ നോവൽ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ഭാഗം തുടങ്ങുന്നത് ആൻഡമാനിലാണ്. അങ്ങനെ ആൻഡമാനിനെ കുറിച്ച് അതിൻ്റെ ബാക്കി ഭാഗം ഒരു നോവലായിട്ട് പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ആൻഡമാനിലേക്ക് ഞാൻ കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറപ്പെടുകയും ചെയ്യണം. അതാണ് ഈ യാത്രയുടെ മറ്റൊരു ഉദ്ദേശം. ഒന്ന്, എൻ്റെ പിതാവിൻ്റെ ജന്മസ്ഥലം, എൻ്റെ പിതാവ് ജനിച്ചത് ആൻഡമാനിലാണ്. ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. രണ്ടാമത് ഈ ആൻഡമാനുമായി ബന്ധപ്പെട്ട എൻ്റെ നോവൽ പൂർത്തീകരിക്കുക എന്നുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ യാത്രക്ക് പുറപ്പെടുന്നത്. നമ്മളെ യാത്ര വീർ സവർക്കർ എയർപോർട്ടിൽ എത്തി. നല്ല വൃത്തിയുള്ള ഒരു എയർപോർട്ടാണ്, ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. മലേഷ്യയിലേക്ക് മാത്രമാണ് അവിടുന്ന് ഇൻ്റർനാഷണൽ ട്രിപ്പ് ഉള്ളത്. പിന്നെ അവിടുന്ന് കണക്ഷൻ വണ്ടികളാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ നമ്മളെ നേരത്തെ ആൻഡമാനിലേക്കുള്ള യാത്ര, ഞങ്ങളെ എല്ലാ യാത്രകളും പ്ലാൻ ചെയ്തിട്ടുള്ളത് ആൻഡമാനിലെ ഇർഷാദ് മുഖേനയാണ്. മുമ്പ് നാട് കടത്തപ്പെട്ട ഒരു തലമുറയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്, 10-20-25 വയസ്സുള്ള ഇർഷാദിനെ കുറിച്ച് വലിയൊരു കഥ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ കൂട്ടത്തിൽ പിന്നീട് പറയാം. അദ്ദേഹം ഞങ്ങളെ ഹാർദവുമായിട്ട് അവിടെ നിന്ന് സ്വീകരിച്ചു. ഫിനിക്സ് ബേയിലായിരുന്നു താമസം. അങ്ങോട്ട് കൊണ്ടുപോയി. അതിൽ കൗതുകകരമായുള്ള കാഴ്ച, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് ബസ്സുകൾ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാലിക്കറ്റ് ഒരു ബസ്സിൻ്റെ പേര്, കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ബസ് വരുന്നുണ്ട്, മഞ്ചേരി. അങ്ങനെ കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ തിരൂര്. സത്യത്തിൽ ഞാൻ മലപ്പുറത്തെത്തിയ ഒരു പ്രതീതിയായിരുന്നു. എനിക്ക് പോർട്ട് ബ്ലെയറിനാണ് എത്തിയെങ്കിലും മലപ്പുറത്തെത്തിയൊരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം ഈ കടകളും അതുപോലെ തന്നെ ആളുകളും ഒക്കെ ഒരു നല്ല സാദൃശ്യമുള്ള, മലയാളികളെ എപ്പോൾ കണ്ടെത്തും, മലയാളം പറയുന്ന ആളുകളെ എപ്പോൾ കണ്ടെത്തും എന്ന് പറയാൻ പറ്റില്ല, എവിടെ വേണമെങ്കിലും കണ്ടെത്താം. അങ്ങനെ ആ ഒരു ഹാബിസ് ഹോട്ടലിൽ ഞങ്ങളെത്തി. അവിടെ ഹോട്ടലിലെ ലോബിയിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ പുറത്തുനിന്ന് കയറി വരികയാണ്. കുറച്ചൊരു പ്രായമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നെ പരിചയപ്പെടുകയാണ്. അപ്പോൾ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് യൂസഫാണ്, വീട്ടുപേര് കാക്കപ്പാറ എന്നാണ്. പരിചയപ്പെട്ടു വന്നപ്പോൾ എന്നെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് ഞാൻ വരാൻ വേണ്ടി എൻ്റെ യാത്രയിൽ ഒരുപാട് സഹായിച്ച അസൈനാർ മാഷുണ്ട്, കാക്കപ്പാറ അസൈനാർ മാഷ്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനാണ് ഈ യൂസുഫ് സാറ്, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് വലിയൊരു സ്വീകരണമാണ് അദ്ദേഹം തന്നത്. അന്നേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കുടുംബത്തിൽ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ആളുകളൊക്കെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയിലെ ഖാദി അടക്കം വന്നിട്ടുണ്ടായിരുന്നു. അവർ കോഴിക്കോട്ടുള്ള ആളായിരുന്നു, പള്ളിയിലെ ഖാദി. അങ്ങനെ ഞങ്ങൾ ധാരാളമായിട്ട് ഫസ്റ്റ് അവിടെ എത്തിയപ്പോഴുള്ള എക്സ്പീരിയൻസ് തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു സ്വീകരണമാണ് ആൻഡമാനിൽ കിട്ടിയത്. പോർട്ട് ബ്ലെയറിലുള്ള ഒന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഒരുപാട് പുസ്തകങ്ങളിൽ വായിച്ച്, സിനിമകളിൽ കണ്ട് പരിചയമുള്ള സ്ഥലങ്ങളിലൂടെ പോകുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു ബോർഡ്, മലയാളി അസോസിയേഷൻ KMCC ഉണ്ട്, അതുപോലെ മാപ്പിള അസോസിയേഷൻസുകളുണ്ട്. അങ്ങനെ മലയാളികളുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകളും വ്യക്തികളും സ്ഥാപനങ്ങളുണ്ട്. ചില കടകളിലൊക്കെ പേര് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അബാർഡിൻ ബസാറിലൂടെ പോയിട്ട് വേണം സെല്ലുലാർ ജയിലിലെത്താൻ. ഇപ്പോൾ ഈ അബാർഡിൻ ബസാറിൽ എത്തുന്ന സമയത്ത് അവിടെ ഒരു ഗാന്ധി സ്ക്വയർ ഉണ്ട്. അവിടെ ഗാന്ധിജിയുടെ ഒരു മനോഹരമായിട്ടുള്ള പ്രതിമ ഉണ്ട്. ആ പ്രതിമയെ ചുറ്റി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടു. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ ധാരാളം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് ബസ്സുകളുടെ ബോർഡ്. നോക്കുമ്പോൾ തിരൂര്, മഞ്ചേരി, അതുപോലെ തന്നെ ഈ പോർട്ട് ബ്ലെയറിൽ നിന്നും ലാൻഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ജങ്കാറിൽ വേണം പോകാൻ. ഇപ്പോൾ ലാൻഡായിട്ട് കണക്ട് ചെയ്യുന്നത് തിരൂര്, പോർട്ട് ബ്ലെയറിൻ്റെ ലാൻഡ് ആയിട്ട് കണക്ട് ചെയ്ത സ്ഥലമാണ്. കാലിക്കറ്റ്, മഞ്ചേരി, വണ്ടൂർ, ഈ സ്ഥലങ്ങളൊക്കെ ലാൻഡുമായി അങ്ങോട്ടൊക്കെ ബസ്സിന് പോകാൻ സാധിക്കും. അതിൽ ബോട്ടിനോ മറ്റേ ജങ്കാറിലോ കയറേണ്ടതില്ല. ഇപ്പോൾ ഈ അബാർഡിൻ ബസാറിൽ പണ്ട് അവിടുന്ന് നാട് കടത്തിയ ആളുകളുടെ പിൻതലമുറക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്.
കൂടാതെ അവിടെ കച്ചവടം ചെയ്യുന്ന മറ്റ് ഇപ്പം നിലവിൽ കച്ചവടത്തിനായിട്ട് വന്നിട്ട് മലപ്പുറത്തുനിന്നും മറ്റു പല മലബാറിൽ നിന്നും പല ഭാഗത്തു നിന്നൊക്കെ കച്ചവടത്തിനായിട്ട് വന്നിട്ട് അവിടെ തങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ അങ്ങാടിയിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് വരുന്നത്, അബർഡിൻ യുദ്ധം. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത തടവുകാരെ അങ്ങോട്ട് നാട് കടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ചില പേരുകളൊക്കെ അതിലൊരു ദൂദ്നാഥ് തിവാരി എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ എൻ്റെ മനസ്സിലേക്ക് ആ സമയത്ത് കടന്നു വരികയാണ്. അതിന് കാരണമുണ്ട്. അവിടെ അബർഡിൻ പട്ടണത്തിൻ്റെ അബർഡിൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കുന്ന് കയറി പോയിട്ട് ഒരു കുന്നിൻ്റെ ഉച്ചിയിലെത്തുമ്പോൾ ചെറിയൊരു കുന്നാണ്. ആ കുന്നിൻ്റെ മധ്യത്തിലെത്തുമ്പോൾ ഒരു ജംഗ്ഷനാണ്, ഒരു 4 ഭാഗത്തേക്കും തിരുന്ന ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലൊരു ക്ലോക്ക് ടവർ ഉണ്ട്. ആ ക്ലോക്ക് ടവർ ഒരു സ്മാരകമാണ്. അതൊരു യുദ്ധത്തിൻ്റെ സ്മാരകം, അബർഡിൻ യുദ്ധത്തിൻ്റെ സ്മാരകം. അത് 1800 ശേഷം നടന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ്. അത് ഗ്രേറ്റ് ആൻഡമാനീസും ഈ ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധമാണ്. അതൊരു ചതിയാണ്. ആ യുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചതിയായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ ദൂദ്നാഥ് തിവാരി എന്ന് പറയുന്ന ഈ 172 തടവുകാർ അന്ന് രക്ഷപ്പെടുന്നുണ്ട്. അവർ രക്ഷപ്പെട്ട് പല വനാന്തരങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഇവരൊക്കെ കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഈ ദൂദ്നാഥ് തിവാരിക്ക് അമ്പേറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ദയ തോന്നി. പിന്നീട് ദൂദ്നാഥ് തിവാരി പ്രശ്നക്കാരനല്ല എന്ന് തോന്നുകയും ഗ്രേറ്റ് ആൻഡമാനീസാണ് അവരുടെ കൂടെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിച്ചെടുത്ത് അവരുടെ കൂടെ ജീവിക്കുക, അവരുടെ ഭാഷ അടക്കം നമ്മുടെ ദൂദ്നാഥ് തിവാരി പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഭാഷകളൊക്കെ പഠിച്ചെടുത്ത് അവസാനം അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. ഇതെല്ലാം ഈ ദൂദ്നാഥ് തിവാരിയുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. മരണത്തെ മുഖാമുഖം കണ്ട ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് ചെയ്യുന്നത് വലിയൊരു കൊടും ചതി. വളരെ സ്വസ്ഥമായിട്ട് താമസിക്കുന്ന ആയിരുന്നാന്തമാരിൽ പിന്നെ ഈ ബ്രിട്ടീഷുകാർ വന്നിട്ടാണല്ലോ അവരുടെ സ്വസ്ഥത തകർക്കുകയും അവരുടെ ജീവിതത്തെ ആകെ ഒരു പ്രത്യേക അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്തത്. അവസാനം ഒരു തീരുമാനം എടുക്കുകയാണ്. നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തുരത്തണം. അതിനുവേണ്ടി ഒരു അവസാന യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഈ വനാന്തരങ്ങളിലെല്ലായിടത്തും അമ്പ് നിർമ്മാണവും ആയുധ നിർമ്മാണവും പൊടിപൊടിക്കുകയാണ്. ഈ കാടുകളുടെ സൗത്ത് ആൻഡമാനിലെയും മൗണ്ട് ആരിയറ്റിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ഗ്രേറ്റ് ആൻഡമാനീസ് എല്ലാവരും സംഘടിക്കുകയാണ്. അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള മരം തുരന്നുണ്ടാക്കിയ ഒരു തോണിയാണ് അവർ ഉപയോഗിക്കാറ്. മരത്തിൻ്റെ നടുകൾ തുരന്നുണ്ടാക്കിയിട്ട് അത് തോണിയായിട്ടാണ് അവർ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ തോണിയിലാണ് അവർ ഈ പോർട്ട് ബ്ലെയറിലേക്ക് എത്തണമെങ്കിൽ തോണി മുഖേന എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 1000കണക്കിന് ആൻഡമാനീസ് ബ്രിട്ടീഷുകാർക്കെതിരെ അവസാന പോരാട്ടത്തിന് തയ്യാറാവുകയാണ്. അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരു ദൂദ്നാഥ് തിവാരി അവരുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിന് ഇവരുടെ ഭാഷ അറിയാം. ഇവരെന്തിനാണ് പുറപ്പെട്ടതെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഈ സമയത്ത് രഹസ്യമായിട്ട് അവിടെ നിന്ന് പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. ആ സ്ത്രീയെ എന്ത് ചെയ്തു, കൊല്ലുകയും കൊന്നിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം റോസ് ഐലൻഡിൽ വന്നിട്ട് അവിടെ വന്നിട്ട് ഈ പ്ലാന് മുഴുവനും ചീഫ് കമ്മീഷണർ അന്നത്തെ ബ്രിട്ടീഷ് അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതോടുകൂടി ബ്രിട്ടീഷുകാർ ഈ വരുന്ന യുദ്ധത്തിൽ നേരിടാൻ വേണ്ടി പൂർണ്ണ സജ്ജരാവുകയാണ്. അങ്ങനെ അബർഡിൻ ബോട്ട് ജെട്ടി ഉണ്ട്. അബർഡിൻ അതായത് സെല്ലുലാർ ജയിലിൻ്റെ തൊട്ടടുത്താണ് അബർഡിൻ ബോട്ട് ജെട്ടി. അവിടെ ധാരാളം ബീരങ്കികൾ ഇവർ വരുന്ന ആ ഒരു ഏരിയ നോക്കിയിട്ട് ബീരങ്കികൾ സ്ഥാപിക്കുകയാണ്. ഏകദേശം അവർക്ക് 10, 20, 30 തോണികൾ. ഈ തോണികളിൽ അവരിങ്ങനെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ അമ്പ് ഇത് മാത്രമുള്ളത് ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ അബർഡിൻ ബസാറിലേക്കാണ് കടന്നു വരുന്നത്. അവരെ ഈ ബീരങ്കി കൊണ്ട് നിഷ്കരുണം അവർ വെടിവെച്ചിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബ്ലെയറൊക്കെ 1789 ബ്ലെയർ അവിടെ ഈ ആൻഡമാനിൽ എത്തുന്ന സമയത്ത് 17,000 മുതൽ 18,000 വരെയുള്ള സ്ഥലമായിരുന്നു അന്ന്. ഇപ്പോൾ കളുടെ എണ്ണം വളരെ ചുരുങ്ങി വളരെ ശുഷ്കാണ്. അതിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് ഈ ക്ലോക്ക് ടവർ. അത് ഒരു പ്രധാനപ്പെട്ട 2-3 യുദ്ധങ്ങൾ ആദ്യം നടന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം ഗ്രേറ്റ് ആൻഡമാനീസ് എന്ത് ചെയ്തു, ഈ പോർട്ട് ബ്ലെയർ വിട്ടു പോവാണ്. പിന്നീട് അവർ പരിഷ്കൃത സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളത് വേറെ യാഥാർത്ഥ്യമാണ്. അത് പിന്നീട് സംഭവിച്ചാണ്. ഈ ഗ്രേറ്റ് ആൻഡമാനീസിൻ്റെ കാര്യത്തിൽ ജെർവകളും സെൻറ്റിനറീസും ഒക്കെ ഇപ്പോഴും ആ
യുദ്ധം നിറഞ്ഞ കാട്ടാളത്തം നിറഞ്ഞ ജീവിതം തന്നെ നയിക്കുന്നത്. അതിലേക്ക് പിന്നെ നമുക്ക് വരാം. അപ്പോൾ ഗ്രേറ്റ് ആൻഡമാനീസിനെ തുരത്തിയിട്ടാണ് ഈ മറ്റേ ഈ പോർട്ട് ബ്ലെയർ, ഈ അബർഡിൻ ബസാർ, പോർട്ട് ബ്ലെയറിൽ മൊത്തം ഈ ഒരു ആധിപത്യം സ്ഥാപിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ അബർഡിൻ ക്ലോക്ക് ടവർ എന്നാണ് നമ്മൾ പോയത്. അപ്പോൾ ഞാൻ ഈ സെല്ലുലാർ ജയിലിലേക്കുള്ള യാത്രക്കിടയിൽ ഈ ക്ലോക്ക് ടവർ കണ്ടപ്പോൾ എനിക്ക് ദൂദ്നാഥ് തിവാരിയുടെ കഥ ഓർമ്മ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കഥ അവതരിപ്പിച്ചത്. ഈ ആൻഡമാനിൽ 1922 മാപ്പിളമാരെ നാട് കടത്തി കൊണ്ടുപോകുന്നത്. അതിനുശേഷം അവിടെ ധാരാളം സെറ്റിൽമെൻറ്റുകൾ, പീനൽ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ എൻ്റെ വല്യപ്പയൊക്കെ നാട് കടത്തിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1924 അവരെ കുടുംബത്തെ കൊണ്ടുവരാൻ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കല്യാണം കഴിച്ച് തടവിലാക്കപ്പെട്ട, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് നാട് കടത്തിയ ആളുകളുണ്ടായിരുന്നു. കുടുംബത്തെ ഒക്കെ കൊണ്ടുവരാനും അവരുടെ വീട് വെച്ച് താമസിക്കാനും 5 ഏക്കർ സ്ഥലം ഓരോരുത്തർക്കും, വീട് വെക്കാം വേറെ സ്ഥലം ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വനത്തിൻ്റെ അകത്ത് 5 ഏക്കർ സ്ഥലം കൃഷിക്കും, വീട് വെക്കാം റോഡ് സൈഡിൽ വേറെ. അപ്പോൾ പെരും കാടാണ്. ഈ കാട്ടിൽ ആദിവാസികളുണ്ട്. തിരൂർ ഭാഗത്താണ് ജർവകൾ കൂടുതലുള്ളത്. ബാരാട്ടങ്ക്, ജർഗാട്ടങ്ക്, മായാബന്ദർ, ഈ തിരൂരൊക്കെ ജർവകളുടെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ ഈ ആദിവാസികൾ മനുഷ്യന്മാരെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ വാസസ്ഥലത്തേക്ക് നമ്മൾ കടന്നത് എന്തുകൊണ്ടാണ്, അവർക്ക് ശത്രുത. അപ്പോൾ ഒരുപാട് കാലം ശത്രുതയായിരുന്നു. ഈ ശത്രുത ഇല്ലാതാക്കിയതുമായി ബന്ധപ്പെട്ടൊരു കഥ ഉണ്ട്. അത് ജർവകളുമായി ബന്ധപ്പെട്ടതാണ്. അത് 1991 ഈ ശത്രുത ഇല്ലാതായത്. ഈ നാസർക്ക, ഞാൻ നേരത്തെ പറഞ്ഞ നാസർക്കയാണ് ആ കഥ പറഞ്ഞത്. അതായത് ഈ ജർവകൾ രാത്രി, നിലാവുള്ള രാത്രിയിൽ എന്ത് ചെയ്യും, പുറത്തിറങ്ങും. പൂർണ്ണ യന്ത്രമുള്ള അവർ പുറത്തിറങ്ങുന്നത് ഇരുമ്പിന് വേണ്ടിയിട്ടാണ്. അവർക്ക് അമ്പുണ്ടാക്കുമ്പോൾ അമ്പിൻ്റെ ഏറ്റവും അറ്റത്ത് ഇരുമ്പ് പിടിപ്പിക്കണം. ആ ഇരുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ രാത്രി പല വീടുകളിലും ഇരുമ്പ് കിട്ടി അവർ കൊണ്ടുപോകും. പിന്നെ റെഡ് കളറിലുള്ള ഡ്രസ്സാണ് അവർക്ക് ഇഷ്ടം. അത് എവിടെ കണ്ടാലും അതും അവർ കൊണ്ടുപോകും. അതൊരു പ്രത്യേകമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാത്രി ഈ ജർവകൾ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അവർ ഈ ജർഗാട്ടങ്കിൻ്റെ അടുത്ത് ആ ഭാഗത്താണ്, ഈ ഫറർഗഞ്ച് മുതൽ മായാബന്ദർ വരെ ഏകദേശം ഒരു 35-40 കിലോമീറ്റർ വനമാണ്. ഈ വനത്തിലൂടെ ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റോഡ് ജർവകളുടെ കേന്ദ്രത്തിലൂടെയാണ്. ധാരാളം ജർവകളുടെ കൊന്നിട്ടൊക്കെയാണ് ആ ഒരു റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ധാരാളം ജർവകളെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം സാധാരണ മനുഷ്യന്മാരോട് ജർവകൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിരുന്നു. 91 ഇങ്ങനെ ഒരു ജർവകൾ ഇങ്ങനെ ഒരു പൗർണമി ദിനത്തിൽ അവർ പുറത്തിറങ്ങി. കൂട്ടത്തിൽ അവരിങ്ങനെ പെട്ടെന്ന് ഈ ഇതിങ്ങനെ ഈ ഇരുമ്പ് ശേഖരിക്കുന്നതിനിടയിൽ അവർ പെട്ടെന്ന് ഓടുകയാണ്. ഓടിനിടയിൽ ഒരു കുട്ടി കിണറ്റിലെന്തോ ചാടി. അപ്പോൾ ഇത് കാണാതെ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഈ കുട്ടി മാത്രം കിണറ്റിൽ ചാടി. കുട്ടീനെ മിസ്സായി. അവർ മിസ്സായി എന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടുകാർ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ, പോർട്ട് ബ്ലെയറിലുള്ള ഇവർക്ക് വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അസുഖം മാറിയിട്ട് ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നത് തോണിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ ജർവകളിൽ കരയിൽ താമസിക്കുന്ന, ഈ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവരുണ്ട്, ഉൾക്കാട്ടിൽ താമസിക്കുന്നവരുണ്ട്. അവർക്ക് 2 പേരുകളുണ്ട്, വ്യത്യസ്ത പേരുകളാണ്. അപ്പോൾ ഈ തോണികളിൽ ഈ കുട്ടിയെ, ഒരു വലിയൊരു ബോട്ടിൽ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്. ഈ ചെറിയ തോണികളിൽ വേറെ 2-3 പേരുണ്ട്. അങ്ങനെ ഈ കുട്ടിയെ തോണിയിൽ ഇങ്ങനെ നിർത്തിക്കണം. അപ്പോൾ അപ്പുറത്ത് ജർവകൾ ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുക എന്നറിയാൻ വേണ്ടി. അവരൊക്കെ അമ്പൊക്കെ കൊലച്ച് റെഡിയാക്കി നിൽക്കുകയാണ്, എന്തുവാണ് സംഭവിക്കുക. അപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ അവരൊന്ന് അടങ്ങി. അപ്പോൾ ഈ കുട്ടിയുള്ള തോണി പതുക്കെ അങ്ങനെ മുന്നോട്ട് നീക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി അവിടെ കരയിലെത്തി. ഈ കുട്ടിയെ കണ്ടതോടുകൂടി ഈ ജർവകൾ ഓടി വന്നു. അവർ ഈ കുട്ടിയെ എടുത്തു. അവർ നേരെ മുകളിലേക്ക് കയറിപ്പോയിട്ട് ഒരു പ്രായമുള്ള ഒരു വ്യക്തിയെ ആ മുകളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഈ പ്രായമുള്ള വ്യക്തി ഈ കുട്ടിയെ കണ്ടതോടുകൂടി കെട്ടിപ്പിടിച്ച് ആർത്ത് കരയാണ്. അപ്പോൾ നോക്കുമ്പോൾ പിന്നീട് മനസ്സിലായത് ഈ കുട്ടിക്കുണ്ടായ അനുഭവങ്ങളും, മനുഷ്യന്മാർ എല്ലാവരും നല്ലവരാണ്, അവരാരെയും ദ്രോഹിക്കൊന്നുമില്ല, മനുഷ്യന്മാരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടി ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും, അങ്ങനെ ആ ഒരു സംഭവത്തോടു കൂടി ഈ കുട്ടിയുടെ പിതാവാണ് ആ മുകളിൽ നിന്നും ഇറങ്ങി വന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ഓപ്പറേഷനിൽ പങ്കാളിയായിരുന്നു നേരത്തെ പറഞ്ഞ നാസർ. അദ്ദേഹമാണ് ഈ കഥ എനിക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിന് അന്ന് ജോലി ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജോലിയിൽ തന്നെ ഏറ്റവും സന്തോഷമുള്ളതായിരുന്നു അതെന്ന് നാസർക്ക് പറഞ്ഞു. അപ്പോൾ അന്ന് മലപ്പുറം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് നാട് കടത്തിയ ആളുകളെ പല സ്ഥലങ്ങളിലും താമസിപ്പിച്ചു. അവിടെ അവരെന്ത് ചെയ്തു, അവരുടെ നാടിൻ്റെ പേരുകൾ തന്നെ കൊടുത്തു. അതിലിപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ആദ്യം ബാംബു ഫ്ലാറ്റാണ്. ഈ ബാംബു ഫ്ലാറ്റിൽ ധാരാളം മലയാളികളുടെ സ്ഥലമാണ്.
ഇപ്പോൾ നമ്മൾ അമ്പാട്ടുപറമ്പന്മാരായിട്ടുള്ള കുറേ അവരുടെ വീടുകൾ അവിടെ ഉണ്ട്, മാട്ടുമൽക്കാരെ വീടുകളുണ്ട്. അവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റീവർട്ട് ഗഞ്ചിലെത്തും. സ്റ്റീവർട്ട് ഗഞ്ച് കഴിഞ്ഞ് നമുക്ക് ബിംബർലി ഗഞ്ച് പറഞ്ഞാൽ ഒരു മണ്ണാർക്കാട് പോലുള്ള വലിയൊരു അങ്ങാടിയാണ്. അത് കഴിഞ്ഞാൽ കന്യാപുരമുണ്ട്. അവിടുന്ന് അങ്ങോട്ട് കൂടി തിരിഞ്ഞു പോയാൽ നെയ്യാപുരമുണ്ട്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മലപ്പുറം കാണാം, മണ്ണാർക്കാട് കാണാം. ലാസ്റ്റ് ആ പോയിന്റിലുള്ളത് റൈറ്റ് മിയോ എന്നുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയുള്ള പല വീട്ടുകാരുമായിട്ട് ഒരു ദിവസം ഉച്ചഭക്ഷണം സലാം സാഹിബിൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ KSRTCയിൽ ചെക്കറായിട്ട് വർക്ക് ചെയ്യുന്ന സലാം സാഹിബ്, എൻ്റെ ഒരു നോവലുണ്ട്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരക്കുട്ടിയാണ് ഈ സലാം എന്നുള്ള ആൾ. അപ്പോൾ സലാമിൻ്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയതാണ്. സലാം സാഹിബ നമുക്ക് ആൻഡമാനിൽ യാത്രക്കുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നതും ഇർഷാദുമായി ബന്ധപ്പെടുത്തി തന്നതും ഇർഷാദാണ്. ഇർഷാദ് നമ്മുടെ സലാം സാഹിബിൻ്റെ അടുത്ത ബന്ധുവാണ്. പിന്നെ നേരെ റൈറ്റ് മിയോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ മുതലകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ധാരാളം ഈ കണ്ടൽക്കാടുകളുണ്ട്. അതിൻ്റെ ഇടയിൽ മുതലകളൊക്കെ ധാരാളം വരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ കടലാണ്. അവിടെ അവസാനിച്ചു. അവിടുന്ന് അത് സൗത്ത് ആൻഡമാനിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് മാപ്പിളന്മാരെ കുടിയിരുത്തിയിരുന്നത്. ആ ഏരിയയാണ്. അവിടെ ഉള്ള ഒരു അംസോ ആൻഡമാനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആൻഡമാൻ മാപ്പിള ഓർഗനൈസേഷൻ, അതാണ് അംസോ എന്ന് പറയുന്നത്, ആൻഡമാൻ മാപ്പിള സർവീസ് ഓർഗനൈസേഷൻ. അവരുടെ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടായി. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ 4 പേരും എല്ലാവരെയും പരിചയപ്പെട്ടു. അവരൊരു ഓർഗനൈസേഷനാണ്. ആൻഡമാനിലെ ഈ ഒരു മാപ്പിളമാരുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന അതിൻ്റെ പ്രസിഡന്റ് നാലകത്ത് യൂസഫ് എന്ന് പറയുന്ന ആളാണ്. അതിൻ്റെ സെക്രട്ടറി ഒരു സിദ്ദീഖ് എന്ന് പറയുന്ന ആളാണ്.